താന്തോന്നിയും പെണ്ണും ഭാഗം 23. പറ അപ്പച്ചി, എന്തിനാണ് പാർവതിയോട് നിങ്ങൾക്കിത്ര ദേഷ്യം? അവർ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ടേബിളിൽ ശക്തമായി അടിച്ചുകൊണ്ടവൻ ഉച്ചത്തിൽ അലറിയതും എല്ലാവരും ഞെട്ടലോടെ അവനെ നോക്കി. ശാന്തിയാകട്ടെ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം. ദേവൻ അവരുടെ മുൻപിലായി കൈകെട്ടി നിന്ന് അവരെ സൂക്ഷിച്ചു നോക്കി. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് വിശ്വനാഥ മേനോനെയും ഭാര്യ സിന്ധുവിനെയും അറിയാമായിരുന്നോ? ദേവൻ അവരുടെ നേരെ ആദ്യത്തെ ചോദ്യമെറിഞ്ഞു. പറയണം, നിങ്ങൾക്ക് വിശ്വനാഥ മേനോനെ അറിയാമായിരുന്നോ ഇല്ലേ? യെസ് ഓർ നോ? അവൻ വീണ്ടും കടുപ്പിച്ച് ചോദിച്ചതും അവർ അവനെ നോക്കി അതെ എന്ന് തലയണക്കി. എങ്ങനെ അറിയാം? വീണ്ടും അവൻ ചോദിച്ചു. നീ എന്താടാ പോലീസുകാർ കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്നത് പോലെ അവളോട് ചോദിക്കുന്നത്? അച്ഛൻ്റെ ചോദ്യത്തിന് അവൻ അദ്ദേഹത്തെ ഒന്ന് നോക്കി. കുറ്റം ചെയ്തതുകൊണ്ട്. ശാന്തിയെ നോക്കിയാണവൻ അത് പറഞ്ഞത്. നീ ഒന്ന് പോദേവാ, അവൾ എന്തു കുറ്റം ചെയ്തെന്നാ? വീണ്ടും അദ്ദേഹം ശാന്തിക്ക് അനുകൂലമായി സംസാരിച്ചതും ദേവന് ദേഷ്യം വന്നു. അച്ഛന് ഒന്നും അറിയില്ല, എല്ലാം കേട്ട് കഴിയുമ്പോഴും ഇതുപോലെ പറയണം. അവൻ പാറുവിനെ ഒന്ന് നോക്കി. അവിടെ അരങ്ങേറുന്നത് എന്താണെന്ന് പോലും മനസ്സിലാകാതെ നിഷ്കളങ്കമായി നിൽക്കുന്നവളെ കണ്ണു ചെമ്മി കാണിച്ചവൻ വീണ്ടും ശാന്തിയുടെ നേർക്ക് തിരിഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെയാണ് വിശ്വനാഥ മേനോനെ അറിയാവുന്നത്? ചോദിച്ചതും അവർ എന്ത് പറയണമെന്നറിയാതെ ഉമിനീരിറക്കി നിന്നു. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അറിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് കണ്ടിട്ടില്ല. അവർ അവനെ പാളി നോക്കി. അല്ലാതെ നിങ്ങൾ കണ്ടിട്ടേയില്ല? ദേവന്റെ ചോദ്യം അവരിൽ ദേഷ്യം നിറച്ചു. നീ എന്താടാ എന്നെ ചോദ്യം ചെയ്യുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ചെയ്ത കുറ്റങ്ങൾ മറച്ചു പിടിക്കാൻ അവർ ആവുന്നതും ശ്രമം നടത്തി. അങ്ങനെ പറയല്ലേ അപ്പച്ചി, നിങ്ങൾ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ തെറ്റല്ലേ അല്ലേ? ഒരഭിനയത്തോടെ പറയുന്നവനെ ഹരി മൊത്തത്തിലൊന്ന് നോക്കി. നിങ്ങൾക്കറിയാമോ അച്ഛാ, ഈ വിശ്വനാഥ മേനോൻ ആരായിരുന്നെന്ന്? അവൻ അച്ഛനോട് ചോദിച്ചതും സംശയത്താൽ അദ്ദേഹത്തിൻ്റെ നെറ്റി ചുളിഞ്ഞു. ഒന്ന് ഓർത്തു നോക്കിക്കേ, കുന്നത്ത് വീട്ടിൽ രാഘവമേനോൻ്റെ മൂത്ത മകനെ അച്ഛൻ അറിയാമോ? അച്ഛൻ്റെ ഉറ്റമിത്രം വിശ്വൻ, ഓർമ്മയില്ലേ? ദേവൻ വീണ്ടും കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞതും അദ്ദേഹം ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. നാട് വിട്ടുപോയ? അദ്ദേഹം ഓർത്തെടുത്തുകൊണ്ട് ദേവനെ നോക്കി. ആ, അത് തന്നെ, നാട് വിട്ടുപോയ വിശ്വനാഥ മേനോൻ. അവൻ അച്ഛൻ്റെ അടുത്തായി പറഞ്ഞുകൊണ്ട് അപ്പച്ചിയെ കടുപ്പിച്ചു നോക്കി. ലക്ഷ്മി അമ്മയും എന്തൊക്കെയോ ഓർത്തതുപോലെ അവനെ ശ്രദ്ധിച്ചു. പാറുവിന് ഒന്നും അങ്ങോട്ട് വ്യക്തമാകാത്തതുപോലെ ദേവനെയും അച്ഛനെയും മാറി മാറി നോക്കി. വിശ്വനെ നിനക്ക് എങ്ങനെ അറിയാം? അവൻ ഇപ്പോൾ എവിടെയാ? ആകാംക്ഷ അടക്കാൻ കഴിയാതെയാണ് അദ്ദേഹം ചോദിച്ചത്. വിശ്വനാഥ മേനോനും ഭാര്യ സിന്ധുവും ഇന്ന് ജീവനോടെയില്ല. അവരുടെ മകളാണ് ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യ പാർവതി വിശ്വനാഥൻ. അത്രയും നേരം ഒന്നും മനസ്സിലാകാതെ നിന്ന പാറുവിന് പിന്നീട് ദേവൻ പറഞ്ഞതൊക്കെ തൻ്റെ അച്ഛനെയും അമ്മയെയും പറ്റിയാണെന്ന് മനസ്സിലായതും അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു. അമ്മയുടെയും അച്ഛൻ്റെയും ചിരിക്കുന്ന മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അതിനനുസരിച്ച് അവളുടെ ചുണ്ടുകൾ വിതുമ്പുകയും കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും ചെയ്തു. ദേവന്റെ അച്ഛൻ അവൻ പറഞ്ഞത് കേട്ട് ഞെട്ടലോടെ പാറുവിനെ നോക്കി. ലക്ഷ്മി അമ്മയും ഹരിയും നിത്യയും എല്ലാം കേട്ട് കൊണ്ട് അവിടെ തന്നെയുണ്ട്. ശാന്തിയുടെ കണ്ണുകൾ എല്ലാവരെയും വലയം ചെയ്തു. തനിക്കിനി രക്ഷയില്ലെന്നവർക്ക് മനസ്സിലായി. വിശ്വന്റെ മകളാണോ പാറുമോള്? അദ്ദേഹം വിശ്വാസം വരാത്തതുപോലെ ദേവനോട് പിന്നെയും എടുത്തു ചോദിച്ചതും അവൻ അതേ എന്ന് തലയണക്കി. അയാൾ പാറുവിനടുത്തേക്ക് ചെന്നു. അവളുടെ കവിളിൽ കൈ ചേർത്ത് വെച്ച അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. മോളെ. പാറുവിനെ വിളിച്ചതും അവൾ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരുവൻ്റെ രൂപം കടന്നു വന്നു. ചിരിയോടെ തൻ്റെ തോളിൽ കൈയിട്ട് നടക്കുന്ന വിശ്വം. കുന്നത്ത് വീട്ടിലെ കാര്യസ്ഥൻ്റെ മകൾ സിന്ധുവിനോട് തോന്നിയ പ്രണയം ആദ്യം തന്നോടാണ് അവൻ പറഞ്ഞത്. കുടുംബക്കാർക്ക് എതിർപ്പുണ്ടായിരുന്നു. അവരെയൊക്കെ എതിർത്തുകൊണ്ട് സിന്ധുവിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയവൻ. അതിനൊക്കെ മുൻപന്തിയിൽ സഹായവുമായി നിന്നത് ഞാനും. എൻ്റെ നല്ല സുഹൃത്തല്ലേടാ നീ? ആ നിന്നെ ഞാനല്ലാതെ ആരാ സഹായിക്കാൻ? താൻ അവനോട് പറഞ്ഞത്.
അയാൾ കണ്ണു തുടച്ചുകൊണ്ട് പാറുവിൻ്റെ നെറുകിൽ തലോടി. ഇനി അപ്പച്ചിക്ക് പാറുവിനോട് ദേഷ്യമായതിൻ്റെ കാരണം അറിയണ്ടേ? ദേവൻ്റെ ശബ്ദം അവിടെ ഉയർന്നതും എല്ലാവരുടെയും ശ്രദ്ധ പാറുവിൽ നിന്ന് ദേവനിലേക്കായി. ശാന്തിയാകട്ടെ നാവിന് വിലങ്ങിട്ടതുപോലെ ഒന്നും പറയാൻ കഴിയാതെ നിൽക്കുന്നു. സഹോദരൻ്റെ ഉറ്റ മിത്രത്തോട് തോന്നിയ പ്രണയം, ആ പ്രണയമാണ് ഇവരെ ഇത്രത്തോളം തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അല്ലെന്ന് ഇവർ പറയട്ടെ. ദേവൻ രോക്ഷത്തോടെ അവരെ നോക്കി. പാറു നിന്നിടത്തു നിന്ന് അനങ്ങുന്നത് പോലുമില്ല. പറയില്ല, ഇവർ കാരണമാണ് ആ പാവങ്ങൾ ഈ നാടുപേക്ഷിച്ചു പോകാൻ കാരണം. പറഞ്ഞു കൊടുക്കപ്പച്ചി നടന്നതൊക്കെ. ദേവൻ അവരുടെ നേരെ ശബ്ദമുയർത്തുമ്പോൾ അവർ ഒന്ന് ഞെട്ടി അവനെ നോക്കി. പറയാൻ ദേവൻ്റെ അലർച്ചയിൽ അവർ കഴിഞ്ഞതൊക്കെ ഓർത്തെടുക്കാൻ തുടങ്ങി. വിശ്വേട്ടനെ എനിക്കിഷ്ടമായിരുന്നു. ഏട്ടൻ്റെ കൂട്ടുകാരനായതു മുതൽ എനിക്ക് പ്രണയമായിരുന്നു അദ്ദേഹത്തോട്. ഞാൻ എൻ്റെ പ്രണയം ഒരിക്കൽ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞതാണ്. അന്ന് അയാളുടെ വാക്കുകൾ എന്നെ തകർത്തു കളഞ്ഞു. കൂട്ടുകാരൻ്റെ സഹോദരിയെ പ്രണയമായി കാണാൻ അയാൾക്ക് കഴിയില്ലെന്ന്. കാത്തിരിക്കാമെന്ന് പറഞ്ഞു ഞാൻ. എന്നെങ്കിലും എന്നോട് പ്രണയം തോന്നിയാൽ അന്ന് സ്വീകരിച്ചാൽ മതിയെന്ന് പറഞ്ഞു. കേട്ടില്ല. ഒരിക്കലും എന്നോട് പ്രണയമെന്ന വികാരം തോന്നില്ല പോലും. അതിൻ്റെ കാരണം എനിക്ക് അറിയണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചു. പക്ഷേ പറയാൻ തയ്യാറായില്ല അയാൾ. എന്നാൽ വൈകാതെ തന്നെ അതിനുത്തരം എൻ്റെ കൺമുന്നിൽ കണ്ടു ഞാൻ. ക്ഷേത്രക്കുളത്തിൻ്റെ കൽപ്പടവിൽ അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടക്കുന്നവളെ കണ്ട് ഞാൻ ആകെ തകർന്നുപോയി. സഹിക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. ഞാനൊന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് അവിടുന്ന് ഓടിപ്പോയ ദിവസം. പിന്നീടൊക്കെ അവരെ പല സ്ഥലത്ത് വെച്ച് കാണാൻ തുടങ്ങി. രണ്ടുപേരെയും ഒരുമിച്ച് കാണുമ്പോഴൊക്കെ എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എങ്ങനെ അവരെ രണ്ടുപേരെയും തമ്മിൽ പിരിക്കാമെന്ന് ചിന്തിച്ച് നടക്കുമ്പോഴാണ് അവരുടെ വിവാഹം കഴിഞ്ഞതറിയുന്നത്. തളർന്നു പോയി ഞാൻ. ഞാൻ സ്നേഹിച്ച പുരുഷൻ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ ജീവിതം പങ്കിടുന്നത് കാണാൻ എനിക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. എൻ്റെ സന്തോഷങ്ങൾ തകർത്ത അവളെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി എനിക്ക്. അതിനുവേണ്ടി തക്കം പാർത്തിരുന്നു. നാളുകൾ ഏറെ കഴിഞ്ഞു പോയി. വിചാരിച്ചതുപോലെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എനിക്ക്. പിന്നെയും കാത്തിരുന്നു ക്ഷമയോടെ. അങ്ങനെ ആ ദിവസം വന്നെത്തി. കുന്നത്ത് തറവാട്ടിലെ രാഘവൻ്റെ മൂത്ത മകൾ വിശ്വനാഥ മേനോനും ഭാര്യ സിന്ധുവും അവിടുന്ന് പടിയിറങ്ങിയ ദിവസം. തറവാട്ടിലെ ഇളയ സഹോദരി വിജയലക്ഷ്മിയെ കുളത്തിൽ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയ മൂത്ത മരുമകൾ. പൊതുവെ സിന്ധുവിനെ ഇഷ്ടമല്ലാതിരുന്ന വിജയലക്ഷ്മി കുത്തുവാക്കുകൾ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ കേട്ട് നിൽക്കാൻ കഴിയാതെ വിജയലക്ഷ്മിയോട് തിരികെ പ്രതികരിക്കുന്നത് മാത്രമേ അവിടുള്ള അംഗങ്ങൾ കണ്ടിട്ടുള്ളൂ. അവിടെ കള്ളങ്ങൾ മെനഞ്ഞുകൂട്ടി സിന്ധുവിനെ കുറ്റക്കാരിയാക്കുമായിരുന്നു അവൾ. വിശ്വനാഥൻ്റെയും സിന്ധുവിൻ്റെയും വിവാഹം നടന്നതിൽ എതിർപ്പുള്ള കുടുംബക്കാർ സിന്ധുവിൻ്റെ തെറ്റുകൾ മാത്രമേ കാണാൻ ശ്രമിച്ചുള്ളൂ. അതൊക്കെയാണ് എനിക്ക് അനുകൂലമായി വന്നതും. ഒരു ദിവസം കുളപ്പടവിലിരുന്ന വിജയലക്ഷ്മിയെ പിന്നിൽ നിന്ന് കുളത്തിലേക്ക് തള്ളിയിട്ടത് ഞാനാണ്. അതും മനഃപൂർവ്വം. അവിടേക്ക് വരുന്ന സിന്ധുവിനെ കണ്ടുകൊണ്ട് തന്നെ ഞാൻ അത് ചെയ്തു. കാരണം അവളാകണം കുറ്റക്കാരി. ആ നിമിഷം ഞാൻ അവിടെ നിന്നും മറയുകയും ചെയ്തു. എൻ്റെ കണക്കുകൂട്ടലൊക്കെ ശരിയായി. നീന്തലറിയാത്ത വിജയലക്ഷ്മി വെള്ളത്തിൽ പൊങ്ങിത്താഴുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ടുകൊണ്ടേ വന്ന സിന്ധു. പിന്നീട് നടന്നതൊക്കെ എനിക്ക് സന്തോഷം തരുന്നവയായിരുന്നു. ബഹളം കേട്ട് വന്ന ആരൊക്കെയോ കൂടി അവളെ രക്ഷിച്ചു. ബോധം വീണപ്പോൾ അവൾ ആദ്യം പറഞ്ഞത് സിന്ധു ആണ് തന്നെ കുളത്തിലേക്ക് തള്ളിയിട്ടതെന്ന്. എല്ലാവരും അത് വെള്ളം തൊടാതെ വിശ്വസിക്കുകയും ചെയ്തു. പെങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതിന് വിശ്വേട്ടൻ അവളെ ഉപേക്ഷിക്കുമെന്ന് കരുതിയ എനിക്ക് അവിടെയും പിഴച്ചു. ഭാര്യയെ ക്രൂശിക്കുന്ന തറവാട്ടുകാരെ ഒന്നാകെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവളെയും ചേർത്തു പിടിച്ച് അവിടുന്ന് ഇറങ്ങിയവൻ. അവിടെയും പരാജയപ്പെട്ട എനിക്ക് വാശിയായി. അവളെ കൊല്ലണമെന്ന വാശി. അതിനായി ഞാൻ ഇറങ്ങിത്തിരിച്ചു. പിന്നീട് അങ്ങോട്ട് തിരച്ചിലായിരുന്നു. വർഷങ്ങൾ വേണ്ടി വന്നു ആ തിരച്ചിൽ അവസാനിപ്പിക്കാൻ. ഒടുവിൽ ഞാൻ കണ്ടെത്തി വിശ്വനാഥനെയും അവൻ്റെ ഭാര്യ സിന്ധുവിനെയും. ശരിക്കും പറഞ്ഞാൽ അന്ന് ഇവളെക്കുറിച്ച് ഞാൻ അധികം ചിന്തിച്ചിരുന്നില്ല. അവർക്കൊരു മോളുണ്ടെന്നറിഞ്ഞിരുന്നു. എന്നാൽ അവളെ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഇവളുടെ വീട്ടിൽ ആരും കാണാതെ അകത്ത് കയറി ഗ്യാസ് സിലിണ്ടർ ലീക്കാക്കിയതും എല്ലാം എൻ്റെ ആളാണ്. ഞാനും കണ്ടു രസിച്ചിരുന്നു ആ വീടും അവനും ഒക്കെ അഗ്നിക്കിരയാകുന്നത്. അന്ന് ആ വിശ്വനാഥനെയും സിന്ധുവിനെയും ഇല്ലാതാക്കിയ ആ ദിവസം ഇവളും അവരോടൊപ്പം കാണുമെന്ന് ഞാൻ കരുതി.
അവളിൽ നിന്ന് ഈ ഭൂമിയിൽ ഉടലെടുത്ത ജീവൻ പോലും ബാക്കിയുണ്ടാകരുതെന്ന് ആഗ്രഹിച്ചു. ആളുകൾക്കിടയിൽ ഒരു കാഴ്ചക്കാരിയായി വന്നപ്പോൾ ആണ് ഇവളെ ഞാൻ കണ്ടത്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. സിന്ധുവിൻ്റെ അതേ മുഖഛായ. പിന്നീട് നിന്നെ എങ്ങനെയും ഇല്ലാതാക്കണമെന്നായിരുന്നു സാഹചര്യങ്ങൾ ഒത്തുവരുന്നത് നോക്കിയിരുന്നു. എന്നാൽ നിനക്ക് ഭാഗ്യമുണ്ടായി. നീ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഒടുവിൽ വന്നെത്തിയത് ഇവിടെ. നിന്നെ ആദ്യം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പക്ഷെ പിന്നീട് എനിക്ക് സന്തോഷമായിരുന്നു. നിന്നെ കാണുന്ന ഓരോ നിമിഷവും എനിക്ക് ഓർമ്മ വരുന്നത് അവളെയാണ്. ഞാൻ സ്നേഹിച്ച ആളെ തട്ടിയെടുത്ത നിന്റെ അമ്മയെ. നിന്നെ കൊല്ലണമെന്ന ചിന്ത ഞാൻ മാറ്റി. പകരം നിന്നെ നോവിക്കണം. ആ വേദനയിൽ നിന്റെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ കണ്ടെനിക്ക് സന്തോഷിക്കണം. നിന്നെ വേദനിപ്പിക്കുന്ന ഓരോ നിമിഷവും ഞാൻ സന്തോഷിക്കുകയായിരുന്നു. നീ കരയുമ്പോൾ അവൾ കരയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിനുവേണ്ടി ഞാൻ നിന്നെ ദ്രോഹിച്ചു കൊണ്ടേയിരുന്നു, ഒളിഞ്ഞും തെളിഞ്ഞും. പക്ഷേ ഇവൻ നിന്നെ വിവാഹം കഴിച്ചതോടെ ഒക്കെ മാറി മറിഞ്ഞു. ഇപ്പോൾ എല്ലാവരും എല്ലാം അറിഞ്ഞിരിക്കുന്നു. എനിക്ക് പേടിയില്ല ഒന്നിനെയും ആരെയും. അവരുടെ ഓരോ വാക്കുകളിലും പ്രതികാരഭാവമായിരുന്നു. എല്ലാവരും ശാന്തിയുടെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞ ഞെട്ടലിലായിരുന്നു. ആർക്കും ഒന്നും മിണ്ടാൻ പോലും കഴിയുന്നില്ല. എല്ലാവരുടെയും ദൃഷ്ടി ഒരുവളിലേക്ക് മാത്രം ചലിച്ചു നിന്നു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ തനിക്ക് മുന്നിൽ പകയോടെ നിൽക്കുന്ന ശാന്തിയെ നോക്കുകയായിരുന്നവൾ. തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഒരു സാധാരണ അപകടമരണം ആണെന്ന് ധരിച്ചിരുന്ന അവൾക്ക് ശാന്തി പറഞ്ഞ ഓരോ കാര്യങ്ങളും വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു. അവൾക്കൊന്നും താങ്ങാൻ കഴിയുന്നില്ല. അവൾ മെല്ലെ ശാന്തിയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. എല്ലാവരും അവൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന ചിന്തയോടെ നോക്കി നിൽക്കുന്നു. നിങ്ങൾ എന്തിനാണ് എൻ്റെ അമ്മയെയും അച്ഛനെയും ഇല്ലാണ്ടാക്കിയത്? എന്നെ അനാഥയാക്കിയത് എന്തിനാ? എന്ത് തെറ്റ് അവർ നിങ്ങളോട് ചെയ്തത്? പരസ്പരം സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണോ നിങ്ങൾ കാണുന്ന തെറ്റ്? നിങ്ങൾക്കൊരു കാര്യമറിയാമോ? ഈ സ്നേഹമെന്ന് പറയുന്നത് പിടിച്ചു വാങ്ങിയെടുക്കേണ്ട ഒന്നല്ല. അത് ഒരാൾക്ക് മറ്റൊരാളോട് മനസ്സിൽ തോന്നേണ്ട ഒരു വികാരമാണ്. നിങ്ങൾ പറഞ്ഞല്ലോ എൻ്റെ അച്ഛനോട് നിങ്ങൾക്ക് പ്രണയമായിരുന്നെന്ന്. ഒരിക്കലുമല്ല. കാരണം എൻ്റെ അച്ഛനെ നിങ്ങൾ സ്നേഹിച്ചിരുന്നുവെങ്കിൽ അവർ സമാധാനത്തോടെ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്ന് കരുതുമായിരുന്നു. ഇവിടെ നിങ്ങൾ അതല്ല ചെയ്തത്. എൻ്റെ അച്ഛനെയും അമ്മയെയും ശത്രുവായി കരുതി അവരെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കി. നിങ്ങളൊരു മനുഷ്യജന്മം തന്നെയാണോ? ആയിരിക്കും. മനുഷ്യനെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സ്നേഹിക്കാനും വഞ്ചിക്കാനും മറ്റൊരു ജീവിക്കും കഴിയില്ല. കാരണം അതിനിടയിലും വർഗസ്നേഹം എന്നൊന്നുണ്ട്. നിങ്ങൾ ചെയ്ത പാപത്തിൻ്റെ ഫലം അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. കാലം എത്ര കഴിഞ്ഞാലും അത് കിട്ടിയിരിക്കും. അതിന് നിങ്ങൾ ചെയ്ത പാപത്തിനേക്കാൾ വീര്യം കൂടുതലായിരിക്കും. 2 ജീവനുകളെ ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയതിന്, എന്നെ അനാഥയാക്കിയതിന് ഒക്കെ നിങ്ങൾ അനുഭവിക്കും. ഓർത്തു വെച്ചോ. ആദ്യം തളർച്ചയോടെയാണ് അവൾ പറഞ്ഞതെങ്കിലും അവസാനത്തേത് ഒരു ശാപവാക്കുകൾ പോലെയാണ് ശാന്തിയുടെ നേർക്ക് പതിച്ചത്. തുടരും.